തുടരുക. നമുക്കിപ്പോൾ ഇപ്പോൾ ലിൻഡോ ജോസഫ് MLA ചേരുകയാണ്. ശ്രീ ലിൻഡോ ജോസഫ്, തുരങ്കപാതയ്ക്കുള്ള തടസ്സങ്ങൾ നീങ്ങുകയാണ്, പാരിസ്ഥിതിക അനുമതി കൂടി ലഭിക്കുകയാണ്, പരിസ്ഥിതി ആഘാത നിർണയ അതോറിറ്റിയുടെ വിദഗ്ധ സമിതിയുടെ ശുപാർശ കൂടി വ്യവസ്ഥകളോടുകൂടി വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ പാതയുടെ നിർമ്മാണത്തിലേക്ക് കടക്കുമ്പോൾ ഈ വ്യവസ്ഥകളെല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ട് ആ നിർമ്മാണത്തിലേക്ക് എത്താൻ കമ്പനിക്ക് കഴിയുമോ എന്നൊരു കാര്യമാണിപ്പോൾ ഒരു ആശങ്കയും ആകാംക്ഷയും ഒക്കെ ഉണ്ടാക്കുന്നത്. താങ്കൾ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും നമ്മളെല്ലാവരും സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. നമ്മൾ തുരങ്കപാതയുടെ നിർമ്മാണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ടെൻഡർ നടപടികൾ നേരത്തെ പൂർത്തീകരിച്ചിരുന്നെങ്കിലും നമുക്ക് പരിസ്ഥിതി ആഘാത സമിതിയുടെ അനുമതി ലഭ്യമാവാത്തത് കൊണ്ടാണ് LOA ഇഷ്യൂ ചെയ്ത് നമുക്ക് വർക്ക് ആരംഭിക്കാൻ കഴിയാതിരുന്നത്. എന്നാൽ ഇപ്പോൾ ശുപാർശ കൂടി വന്നതോടുകൂടി നമുക്ക് 2 ദിവസങ്ങളിൽ LOA ഇഷ്യൂ ചെയ്ത് നിർമ്മാണത്തിലേക്ക് കടക്കാൻ വേണ്ടി കഴിയുന്ന സാഹചര്യമുണ്ട്. പിന്നെ നിലവിൽ വർക്ക് എടുത്തിരിക്കുന്ന ഭോപ്പാൽ ബേസ്ഡ് ആയിട്ടുള്ള ദിലീപ് ബിൽഡ്കോൺ എന്ന് പറഞ്ഞ കമ്പനി ഇത്തരം നിർമ്മാണ പ്രവർത്തികൾ ഏറ്റവും ശ്രദ്ധയോടുകൂടി ചെയ്യുന്നതാണ്. ഈ തുരങ്കപാതയുടെ നിർമ്മാണത്തിൽ ഏറ്റവും എക്സ്പേർട്ടുകളായിട്ടുള്ള KRCL ആണ് ഈ നിർമ്മാണത്തിന്റെ SPV ആയി പ്രവർത്തിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്താണോ നിർദ്ദേശങ്ങളുള്ളത് ആ നിർദ്ദേശങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് സമയബന്ധിതമായി കൃത്യതയോടുകൂടി തന്നെ നമുക്ക് നിർമ്മാണം നടത്താൻ വേണ്ടി കഴിയുന്ന സാഹചര്യം നിലവിലുണ്ട്. അതുകൊണ്ട് മറ്റ് ആശങ്കകൾ അതിനകത്തില്ല. നേരത്തെ തന്നെ നോർവേയിൽ നിന്നുള്ള ഇത്തരം നിർമ്മാണ പ്രവർത്തികളുടെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാവുന്ന നോർവേയിലെ യൂണിവേഴ്സിറ്റിയുടെ ഡയറക്ടർ ഇവിടെ നേരത്തെ വന്ന് സ്ഥലം സന്ദർശിച്ച് ഇതുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായങ്ങൾ സംസ്ഥാന ഗവൺമെന്റുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തതാണ്. അപ്പോൾ പൊതുവെ ഏറ്റവും സുതാര്യമായ നിർമ്മാണ പ്രവൃത്തി എന്ന നിലയിൽ ഏറ്റവും നന്നായി വളരെ വേഗത്തിൽ ആഘാതങ്ങൾ കുറഞ്ഞ ഒരു നിർമ്മാണ പ്രവൃത്തി എന്ന നിലയിൽ ഓസ്ട്രിയൻ മെത്തേഡ് ഉപയോഗപ്പെടുത്തി ചെയ്യുന്ന ഒരു നിർമ്മാണ പ്രവൃത്തി എന്ന നിലയിൽ തീർച്ചയായിട്ടും നമുക്ക് സമയബന്ധിതമായി ആഘാതങ്ങളെല്ലാം പരമാവധി കുറച്ച് നമുക്ക് ആ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ശ്രീ ലിൻഡോ ജോസഫ്, ഇക്കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് താങ്കൾ സംസ്ഥാന സർക്കാരിൽ നിരന്തരമായി ഇടപെടൽ നടത്തുകയും മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് തന്നെ സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നുവെന്നാണ്. അപ്പോൾ താങ്കളുടെ കൂടി ഒരു ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ മാസം അവസാനം ഫെബ്രുവരി 27 തോന്നുന്നു നേരിട്ട് യോഗമൊക്കെ വിളിച്ചിരുന്നു അല്ലേ? അതെ, അത് നമുക്ക് കഴിഞ്ഞ ഒക്ടോബർ മാസത്തോടു കൂടി നമുക്ക് ഇതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിരുന്നു. പക്ഷെ നമുക്ക് എഗ്രിമെന്റ് വെച്ച് വർക്ക് തുടങ്ങാൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ല. പിന്നീട് വയനാട് ഉരുൾപൊട്ടലുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് സിയാക്കിന്റെ മറ്റു കുറേ പേരുടെ കമ്മിറ്റികളും മറ്റു കാര്യങ്ങളൊക്കെ ചേരേണ്ടതുകൊണ്ട് നീണ്ടുപോകുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ പലതരത്തിലുള്ള ആശങ്കകൾ ഉണ്ടാവുകയും ചില കപട പരിസ്ഥിതിവാദികൾ ഈ വിഷയം ഏറ്റെടുത്ത് അത് തെറ്റായ പ്രചരണങ്ങൾ കൊണ്ടുവരികയും ചില നിക്ഷിപ്ത താല്പര്യക്കാർ ഇടപെടലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതേതെങ്കിലും തരത്തിൽ ഈ പദ്ധതിയെ വൈകിപ്പിച്ചാൽ അത് നമുക്കറിയാവുന്നതുപോലെ വയനാട് കോഴിക്കോട് ജില്ലയെ ബന്ധിപ്പിക്കാനുള്ള ഇപ്പോൾ നമ്മുടെ പദ്ധതി യാഥാർത്ഥ്യമാവുന്നൊരു വലിയ പദ്ധതി എന്ന നിലയിൽ അവർ പ്രധാനമായും മുന്നോട്ട് വെച്ചിരുന്ന ആശങ്കകളൊക്കെ അതൊക്കെ ഈ വ്യവസ്ഥകളിൽ പരിഹരിക്കപ്പെടുന്നുണ്ടെന്നാണ് ഈ വ്യവസ്ഥകൾ ഒറ്റനോട്ടത്തിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. എന്റെ ബോധ്യം തെറ്റാണെങ്കിൽ താങ്കൾക്ക് തിരുത്താം. കാരണം അപ്പൻകാപ്പ് ആനത്താര സംരക്ഷിക്കുന്നതിന് 3 ഹെക്ടറോളം വനഭൂമി ഏറ്റെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. വംശനാശ ഭീഷണി നേരിടുന്ന ബാണാസുര ചിലപ്പൻ പക്ഷിയുടെ സംരക്ഷണത്തിലുള്ള നിരീക്ഷണം, പിന്നെ നിർമ്മാണത്തിൽ ഏർപ്പെടുന്നവർക്കുള്ള സുരക്ഷ, ഇരവഴിഞ്ഞിപ്പുഴയുടെ സ്വാഭാവിക ഒഴുക്ക് തടയാത്ത രീതിയിലുള്ള നിർമ്മാണം, ടണലിന്റെ ഉള്ളിലെ വായുവിന്റെ ഗുണനിലവാരം തുടങ്ങി ഏറ്റവും സൂക്ഷ്മാംശങ്ങൾ വരെ നിബന്ധനകളാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇക്കാര്യങ്ങളെല്ലാം ഒരു ടിക്ക് മാർക്ക് വരുന്നുണ്ടോ എന്ന് നോക്കുക മാത്രമായിരിക്കുമല്ലോ ഇനിയിപ്പോൾ നിരീക്ഷണ സമിതിക്ക് ചെയ്യാനുണ്ടാവുക. അതെ 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 തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ നേരത്തെയും ഉണ്ടായിരുന്നു. നേരത്തെ നമ്മൾ 1 വർഷം നീണ്ടുനിന്ന SIA സ്റ്റഡി നടത്തി അതിന്റെ റിപ്പോർട്ട് നമ്മുടെ കളക്ടറേറ്റിൽ 2 ഹിയറിംഗ് ആയി. കോഴിക്കോട് കളക്ടറേറ്റിലും വയനാട് കൽപ്പറ്റയിലെ കളക്ടറേറ്റിലും 2 ഹിയറിംഗ് നടത്തുമ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം അവിടെ ഉയർന്നു വന്നിരുന്നു. അതെല്ലാം പരിഹരിക്കുന്നതിന് സമയബന്ധിതമായ കാര്യങ്ങളെല്ലാം കൃത്യമായി ഇടപെടുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങളോട് കൂടിയിട്ടാണ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് നീക്കിയത്. എന്നാൽ ചില രാജ്യത്ത് തന്നെ ഇപ്പൊ ഏറ്റവും കൂടുതൽ കേന്ദ്ര ഗവൺമെന്റ് തന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിർമ്മാണ രീതിയാണ് ഇത്തരം ടണലുകളാണ് പൊതുവിൽ ഇതുവരെ നമ്മൾ ചെയ്ത നിർമ്മാണ പ്രവർത്തികളിൽ ഏറ്റവും കുറവ് ആഘാതം ഉണ്ടാവുന്നത് എന്നുള്ളൊരു കണ്ടെത്തലാണ് കേന്ദ്ര ഗവൺമെന്റ് പോലും ഉള്ളത്. അപ്പൊ നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി എന്ന നിലയിൽ കിഫ്ബി പദ്ധതിയിൽ 2134 കോടി മുടക്കി സംസ്ഥാനത്തിന് ഏറ്റവും വലിയ. ശ്രീ ലിൻഡോ ജോസഫ്, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഇതിന്റെ ഒരു കംപ്ലീഷൻ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് എപ്പോഴേക്കാണ്? ഈ സർക്കാർ 2ാം സർക്കാർ പൂർത്തിയാകുന്നതിന് മുൻപ് കംപ്ലീഷൻ സാധ്യമാകുമോ? അതില്ല 4 വർഷമാണ് നമ്മൾ നിലവിൽ ഉള്ള നമുക്ക് ഈ എഗ്രിമെന്റ് പീരീഡ് ആയിട്ട് നമ്മൾ നിലവിൽ വെച്ചിട്ടുള്ളത്. അത് LOA ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ് മുതലായിരിക്കുമല്ലോ. ഇപ്പൊ നമ്മൾ കാണുന്നത് 2025 ഈ മാർച്ച് ഫസ്റ്റ് വീക്കിലോ സെക്കൻഡ് വീക്കിലോ ആയി LOA ഇഷ്യൂ ചെയ്യാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഇഷ്യൂ ചെയ്താൽ 4 വർഷമാണ് ഇതിന്റെ നിർമ്മാണ കാലാവധി നിലവിൽ കൊടുത്തിട്ടുള്ളത്. പരമാവധി വേഗത്തിലാക്കാനുള്ള ശ്രമങ്ങളാണ് അതിന്റെ ഭാഗമായിട്ടുണ്ടാവുക. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നമുക്ക് ഈ തുരങ്കപാതയിലൂടെ സഞ്ചരിക്കാം. അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. പ്രതീക്ഷ സഫലമാകട്ടെ ശ്രീ ലിൻഡോ ജോസഫ്. നമുക്കപ്പോൾ ഇപ്പോൾ ശ്രീ CR നീലകണ്ഠൻ കൂടി ചേരുകയാണ്. ശ്രീ CR നീലകണ്ഠൻ,
അദ്ദേഹം ടെലിഫോൺ ലൈനിലില്ല. വളരെ നന്ദി ശ്രീ ലിൻഡോ ജോസഫ് പ്രതികരിച്ചതിന്. ഒരിക്കൽ കൂടി വി എസ് രഞ്ജിത്തിലേക്ക്. വി എസ് രഞ്ജിത്ത്, തുരങ്കപാത നിർമ്മാണത്തിന് ഈ വൈദഗ്ധ്യമുള്ള കമ്പനി തന്നെയാണ് ഈ കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ നിബന്ധനകളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെ നിർമ്മാണത്തിലേക്ക് ഈ മാസം തന്നെ കടക്കാൻ പോകുന്നു എന്നാണ് ലിൻഡോ ജോസഫ് MLA ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. രഞ്ജിത്ത്, അപ്പോൾ നിർമ്മാണത്തിലേക്ക് കടക്കുകയാണ്. പ്രതിപക്ഷത്തിന്റെ ഒരു നിലപാട് എന്താണ് ഈ വിഷയത്തിൽ? രഞ്ജിത്ത്. തുരങ്കപാത വരുന്നതിനോട് പ്രതിപക്ഷം ഇതുവരെ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല. പ്രത്യേകിച്ച് വയനാടിൻ്റെ കാര്യവും അതുപോലെ കേരളത്തിൻ്റെ വികസനത്തിൻ്റെ കാര്യമൊക്കെയാണ്. പക്ഷേ അവിടെ വയനാട്ടിലെ ഈ പരിസ്ഥിതി പ്രവർത്തകരാണ് ഇതിൽ പ്രധാനമായിട്ടും ഇതിനെ എതിർപ്പ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ വയനാട് തുരങ്കപാതയുമായി സർക്കാർ മുന്നോട്ട് പോകുന്നതിൻ്റെ നടപടിക്രമങ്ങൾ നിയമസഭയിൽ തന്നെ പൊതുമരാമത്ത് മന്ത്രി വ്യക്തമാക്കിയിരുന്നു. ടണൽ പാതയുടെ പ്രവൃത്തി 2 പാക്കേജുകളിലായി ടെൻഡർ ചെയ്തുവെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെ നേരത്തെ നിയമസഭയെ അറിയിച്ചതാണ്. ആദ്യം പാലവും അപ്രോച്ചോടും 1ാമത്തെ പാക്കേജിൽ ഉൾപ്പെടുത്തും. ടണൽ പാത 2ാമത്തെ പാക്കേജിൽ ടെൻഡർ ചെയ്തിരിക്കുന്നു എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഉരുൾപൊട്ടൽ ദുരന്തം നടന്നതിന് ശേഷവും ഈ പാക്കേജുമായി മുന്നോട്ട് പോകുന്നതിനെതിരെയാണ് വലിയ പ്രതിഷേധമുണ്ടായിരുന്നത്. പക്ഷേ ഇതിൻ്റെ 2 ഫിനാൻഷ്യൽ ബിഡുകൾ, ഇതിൻ്റെ നടപടിക്രമങ്ങൾക്കുള്ള ടെൻഡർ നടപടികൾക്കുള്ള ഫിനാൻഷ്യൽ ബിഡുകൾ നേരത്തെ തുറന്നിരുന്നു. അന്തിമ പാരിസ്ഥിതിക അനുമതിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ആ പാരിസ്ഥിതിക അനുമതിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനാണ് പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതിക്ക് 2043.75 കോടിയുടെ ഭരണാനുമതി കിട്ടിയിട്ടുണ്ട്. 2134.5 കോടിയുടെ രൂപയുടെ സാമ്പത്തിക അനുമതിയും നേരത്തെ ആയതാണ്. പദ്ധതിക്കായി 17.263 ഹെക്ടർ വനഭൂമി ഏറ്റെടുക്കാൻ വനം വകുപ്പിൻ്റെ ക്ലിയറൻസും ലഭിച്ചിരുന്നു. അത് സ്റ്റേജ് 1 ക്ലിയറൻസാണ് ലഭിച്ചത്. സ്റ്റേജ് 2 ക്ലിയറൻസായി 17.263 ഹെക്ടർ സ്വകാര്യ ഭൂമി വനഭൂമിയായി പരിവർത്തനം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങളും പൂർത്തിയായതാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും, ഒരുക്കങ്ങളുള്ള നടപടിക്രമങ്ങൾ മുഴുവൻ പൂർത്തിയായി. പദ്ധതി കോഴിക്കോട് ജില്ലയിൽ 8.25 ഹെക്ടർ സ്വകാര്യ ഭൂമി ഇതിന് ഏറ്റെടുക്കേണ്ടതുണ്ട്. വയനാട് ജില്ലയിലും സമാനമായി 8.12 ഹെക്ടർ ഭൂമിയാണ് പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുത്ത് കൈമാറിയിട്ടുള്ളത്. ഇത്തരത്തിൽ ഇതിന്റെ നടപടിക്രമങ്ങൾ അവസാന ഘട്ടത്തിലായതുകൊണ്ട് ഈ അന്തിമ പാരിസ്ഥിതിക അനുമതി